ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മുടെ ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ കാണിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ രാവിലെ ഉറക്കം എണീറ്റ് കേട്ടോ. ഇന്ന് നമുക്ക് എങ്ങും പോകണ്ടാത്തൊരു ഡേ ആണ് കേട്ടോ. അപ്പോൾ വീട്ടിലടുക്കും പെറുക്കുമൊക്കെ തന്നെ. അങ്ങനെ ഞാനും അമ്മയും കൂടെ രാവിലെ തന്നെ പല്ല് തേക്കാനുള്ള ആ ഒരുക്കത്തിലാണ് ഗൈസ്. പല്ല് തേച്ച് കഴിഞ്ഞാണ് ബാക്കി പരിപാടികളൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങൾ നേരെ പല്ല് തേക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഒത്തിരി നാൾക്ക് ശേഷമാണ് കേട്ടോ ഞാൻ വീഡിയോസ് ഇടുന്നത്. കുറേ നാളുകളായിട്ട് അതൊന്നും പറ്റിയില്ല, അതുകൊണ്ടാണ് കേട്ടോ. അങ്ങനെ ഞാനും അമ്മയും വാതിക്ക് ഇറങ്ങി നേരെ പല്ല് തേക്കാനായിട്ട് തുടങ്ങി. രാവിലെ പുറത്തിറങ്ങും, കാര്യങ്ങളൊക്കെ നോക്കും. ടൈം ഉള്ളപ്പോൾ മാത്രമാണ് കേട്ടോ ഇങ്ങനെയൊക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നത് വീട്ടിൽ. അല്ലാത്തപ്പോൾ ഓടടാ ഓട്ടം, അതാണ് നമ്മുടെ ജീവിതം ഇപ്പം. അങ്ങനെ രാവിലത്തെ ഒരു വ്യൂ ആണ് കേട്ടോ നമ്മുടെ ഇവിടെ കുട്ടനാട് വന്ന് നമ്മുടെ ഇവിടുത്തെ വ്യൂസൊക്കെ കാണാനും ഷിക്കാരയിലൊക്കെ പോകണമെന്ന് ആഗ്രഹമുള്ളവർ എനിക്ക് ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയച്ചാൽ മാത്രം മതി കേട്ടോ. ഞാൻ ഡീറ്റെയിൽസൊക്കെ പറയാം. നമുക്കറിയാവുന്ന ഒത്തിരി വള്ളങ്ങളുണ്ട്, ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഡിസ്കൗണ്ടൊക്കെ വാങ്ങിച്ചു തരും. അങ്ങനെ പല്ലൊക്കെ തേച്ച് വന്ന് രാവിലെ തന്നെ നമുക്ക് ഉപ്പുമാവാണ് കേട്ടോ. അപ്പോൾ അമ്മയ്ക്ക് നല്ല പനിയായിരുന്നു, അതുകൊണ്ട് ഇന്നത്തെ ജോലിയൊക്കെ നമ്മൾ ഏറ്റെടുത്തിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ആദ്യം തന്നെ അടുക്കളയൊക്കെ ഒന്ന് വൃത്തിയാക്കണം. ഫുൾ അലമ്പായിട്ട് കിടക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് കഴിഞ്ഞു ഗൈസ്. അപ്പോൾ അടുക്കള കയറി നമ്മൾ ആദ്യം തന്നെ സബോളയെല്ലാം ഒന്ന് വൃത്തിയാക്കി എടുക്കണം കേട്ടോ. നമുക്ക് ഉപ്പുമാവ് ഉണ്ടാക്കാനുള്ളതാണ്. അപ്പോൾ അമ്മ വന്നിട്ട് ഓരോന്നൊക്കെ എന്നെ പറഞ്ഞു തരുവാണ് എനിക്ക്. അത് ചെയ്യണം, ഇത് ചെയ്യണം, അത് അങ്ങനെ വെക്കണം, ഇതിങ്ങനെ വെക്കണം, അതങ്ങനെ കുളവാക്കരുത്, അതൊക്കെയാണ് പറയുന്നത്, അല്ലാതെ വേറൊന്നും അല്ല. അതൊക്കെ പറഞ്ഞിട്ടങ്ങ് പോവാണ് കേട്ടോ. ഞാൻ ഈ വോയിച്ചൊക്കെ ഓണാക്കിയിരുന്നെങ്കിലല്ലേ. ഞാൻ ഓക്കെ പറഞ്ഞു വിട്ട് കേട്ടോ. അങ്ങനെ ഞാൻ പറഞ്ഞു വന്നത്, നമുക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഹൗസ് ബോട്ടോ സ്പീഡ് ബോട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. പിന്നെ നമ്മളിത് അതിന് വേണ്ട സാധനങ്ങളൊക്കെ എടുത്തിട്ടോ. സബോളയും പച്ചമുളക്, ഇതിന് കൂടുതലായിട്ട് ഇഞ്ചി, ക്യാരറ്റ്, ബീൻസ് അതൊക്കെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. കൂടുതലായിട്ട് തേങ്ങ ചേർക്കുവാണ്. ഞാൻ ഇതൊന്നും ഇപ്പോൾ ചേർക്കുന്നില്ല. ഞങ്ങൾക്ക് മാത്രമായിട്ടുള്ളൊരു സിമ്പിൾ ഒരു ഉപ്പുമാവാണ് കേട്ടോ. പക്ഷെ നല്ല ടേസ്റ്റാണ് ഇതിന്. ഞങ്ങളെപ്പോഴും മിക്കപ്പോഴും ഇങ്ങനെയാണ് കേട്ടോ ഉണ്ടാക്കാറുള്ളത്. ഉള്ളതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഒരു വെപ്പ്. അതെങ്ങനെയുണ്ട് ഗൈസ്? അങ്ങനെയും നമ്മൾ ജീവിക്കണം അല്ലേ? എപ്പോഴും ആഡംബരമായിട്ട് ജീവിച്ചാൽ നമുക്ക് ജീവിക്കാൻ പറ്റുമോ? ജീവിക്കാൻ പറ്റും ഗൈസ്, അങ്ങനെയും ജീവിക്കാൻ പറ്റും. പൈസ ഉള്ളവർക്ക് എന്തും ആവാലോ. അങ്ങനെ ഞാൻ ഇവിടെ എല്ലാം ഒതുക്കി പെറുക്കി എടുത്തു. പിന്നെ നമുക്ക് ഉപ്പുമാവിനുള്ള സാധനങ്ങളെല്ലാം എടുത്തു വെച്ചു കേട്ടോ. മഞ്ഞൾപ്പൊടി, കടുക്, അരിഞ്ഞു വെച്ചത്, എണ്ണ, അങ്ങനെയുള്ള നെയ്യും ചേർക്കുന്നുണ്ട് കേട്ടോ ഞാൻ കുറച്ച്. അങ്ങനെ അടുപ്പ് കത്തിച്ച് നമ്മുടെ പാത്രം അങ്ങോട്ട് വെച്ച് ഗൈസ്. അപ്പോൾ നമ്മുടെ പാത്രം ചൂടായി വന്നപ്പോൾ നല്ല വെളിച്ചെണ്ണയാണോ ഓയിലാണോ എന്നൊരു സംശയം. എന്തായാലും ഒഴിച്ചു. അത് ഞാൻ കടുകിട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ എണ്ണ ചൂടായി വരുന്നതേ ഉള്ളായിരുന്നു. ആക്രാന്തം കയറി ഞാൻ ആദ്യം തന്നെ ഇട്ട്. അങ്ങനെ അതിനുശേഷം ഞാൻ കുറച്ച് വറ്റൽമുളക് കൂടെ ഇട്ട് കൊടുത്തു കേട്ടോ. അടുക്കളയിൽ കയറി കഴിഞ്ഞാൽ എൻ്റെ മെയിൻ പരിപാടിയാണ് ഗൈസ്. പറ്റുന്നതിലൊക്കെ ഞാൻ ഈ വറ്റൽമുളക് ഇട്ട് കൊടുക്കും, കാണാനും ഒരു ഭംഗി. പിന്നെ അരിഞ്ഞു വെച്ച സബോളയും പച്ചമുളകും എല്ലാം അതിനകത്തോട്ടൊന്ന് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു കേട്ടോ. ഇളക്കി മിക്സ് ചെയ്ത് കുറച്ച് ഉപ്പും ഇട്ടങ്ങ് വഴളാൻ വെച്ചു. വഴളാനല്ല, വഴട്ടി. എന്തായാലും ഒന്ന് വേകാൻ വേണ്ടി ഞാൻ വെച്ചിട്ടുണ്ട് ഗൈസ്. നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. വെന്ത് വരുമ്പോൾ നമുക്ക് അതിനകത്തോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. അങ്ങനെ അതെല്ലാം കൂടെ ഒന്ന് അടിച്ച് കൂടി നന്നായിട്ടൊന്ന് വെക്കാം കുറച്ച് നേരം. അത് നന്നായിട്ടൊന്ന് വഴണ്ട് വരണം, എങ്കിൽ മാത്രമാണ് നമ്മുടെ ഉപ്പുമാവ് റെഡിയാവും. കാരണം സബോള വേകാതിരുന്നാൽ പോയി ഗൈസ്. അങ്ങനെ ഞാൻ ജസ്റ്റ് അമ്മേനെ ഒന്ന് പോയി നോക്കിട്ടോ. അമ്മയ്ക്ക് നല്ല പനി ഉണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ റെസ്റ്റ് എടുക്കുവാണ്. അങ്ങനെ ഞാൻ പോയിട്ട് വന്നപ്പോഴത്തേക്കും ഈ പരുവായി. അങ്ങനെ ഞാൻ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച്, ആവശ്യത്തിനുള്ള വെള്ളമായിരിക്കണം കേട്ടോ. നമുക്ക് ഉപ്പുമാവ് അതിനകത്തോട്ട് റവ ഇടുമ്പോഴത്തേക്ക് വെള്ളം കൂടുതലാണെങ്കിൽ പണി കിട്ടി ഗൈസ്, കുറുക്കായിപ്പോൾ. അങ്ങനെ വറുത്ത റവയാന്നൊക്കെ ഇവർ പറയും, പക്ഷെ ഞാൻ ഒന്നും കൂടെ വറുക്കും. കാരണം വറുത്തതല്ലായിരിക്കും ചിലപ്പം. എന്തോ ഞാൻ എന്തായാലും വറുക്കും, അല്ലെങ്കിൽ അമ്മ എനിക്കിട്ട് തരും. അതുകൊണ്ട് ഞാൻ നന്നായിട്ടൊന്ന് വറുത്തെടുക്കുവാണ് കേട്ടോ. ഇത് വറുത്ത് ലാസ്റ്റ് കുറച്ച് കരിയാറായപ്പോൾ, കരിഞ്ഞൊന്നും ഇല്ല ഗൈസ്, കുറച്ചൊന്ന് മൂത്തപ്പോഴായിരുന്നു ഞാൻ എടുത്തത്. കാണിച്ചു തരാം. ഞാനിത് കുടഞ്ഞിടുമ്പോൾ നിങ്ങൾക്കിത് കാണാൻ പറ്റും. ആദ്യം തീ കുറച്ച് വെച്ച് കുറച്ച് നേരം അങ്ങ് വറുത്തു. അത് കഴിഞ്ഞ് കുറച്ച് തീ കൂട്ടി വെച്ച് അങ്ങ് പരിപാടി നടത്തി ഗൈസ്. ആ സമയത്താണ് ഇത് കുറച്ച് ഇതായത്. എന്നാലും കുഴപ്പമില്ല, ഇങ്ങനെ വേണം ഉണ്ടാക്കാൻ. ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ്. പക്ഷെ നല്ല അടിപൊളി ഉപ്പുമാവായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് റവ അങ്ങ് ഇട്ട് കൊടുക്കാൻ തുടങ്ങി. പിന്നെ ഒരു കൈ ഫോണും ഒരു കയ്യിൽ ഇതോട്ട് എനിക്ക് പറ്റാത്തതുകൊണ്ട് ഫുള്ളും കൂടെ അങ്ങ് ഇട്ട് ഇളക്കി സെറ്റാക്കുകയാണ് ഗൈസ്. കണ്ടതിനകത്തൊരു ചെറുതായിട്ടൊരു കരിഞ്ഞൊരിത്. അത് കരിഞ്ഞൊന്നും അല്ല, നല്ല മൂത്ത് കിട്ടിയതായിരുന്നു അത്.
അങ്ങനെ ഞാൻ പിന്നെ നല്ല സൂപ്പർ ഉപ്പുമാവൊക്കെ ഇവിടെ റെഡി ആയിട്ടോ, ഒരു കുഴപ്പമില്ലായിരുന്നു. കുറച്ച് നെയ്യ് ആഡ് ചെയ്തിട്ടുണ്ട്, പക്ഷേ അത് ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയി. ഞാൻ കുറച്ച് നെയ്യും കൂടെ ആഡ് ചെയ്ത് അതങ്ങ് ഓഫ് ചെയ്തു. പിന്നെ അവിടെയൊക്കെ ഒന്ന് ക്ലീനിങ് ആയിരുന്നു. ഞാൻ പിന്നെ പണ്ടേ നല്ല വൃത്തിയുള്ള കൊച്ചായതുകൊണ്ട് എന്ത് ചെയ്താലും അത് അതിൻ്റേതായ അടുക്കും ചിട്ടയിൽ മാത്രം വീഡിയോ എടുക്കാൻ നേരത്തെ ഞാൻ ചെയ്യും. അതെന്തായാലും ഞാൻ ചെയ്തിരിക്കും. പിന്നെ നമ്മൾ കഴിക്കുന്ന സ്ഥലം വൃത്തിയാക്കിയിട്ട് കഴിക്കണമെന്ന് പണ്ടേ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഡൈനിങ് ടേബിളൊക്കെ ഒന്ന് വൃത്തിയാക്കാൻ നേരത്ത് നമ്മൾ ഷാമ്പൂ ഒക്കെ ഇട്ടൊന്ന് തുടച്ച് വൃത്തിയാക്കി എപ്പോഴും ഒന്നും ഇല്ലെങ്കിലും ഇങ്ങനെ വ്ളോഗ് എടുക്കാനാണെങ്കിലും ഞാൻ ഇതെല്ലാം ചെയ്യാറുണ്ട് ഗൈസ്. അങ്ങനെ ഇത് സൂപ്പറായില്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇങ്ങനെ വൃത്തിയായിട്ട് കിടക്കുന്നതാണ്, പക്ഷെ ചെയ്തില്ലെന്നുള്ളൂ. അങ്ങനെ നമ്മുടെ സൂപ്പർ ഉപ്പുമാവിടെ റെഡിയായി. എനിക്ക് അമ്മയ്ക്ക് ഞാൻ എടുത്തിട്ട് വന്നു ഗൈസ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എല്ലാവരും കൂടെ ഒന്നിച്ചിരുന്ന് ഫുഡ് കഴിക്കാൻ. പക്ഷെ പലപ്പോഴും പറ്റാറില്ല, കാരണം അവരവരുടെ തിരക്കുകളും പിന്നെ ബാക്കിയുള്ള ഡേയ്സൊക്കെ വർക്കിംഗ് ഡേയ്സ് അതൊക്കെ ആകുമ്പോൾ നമുക്കങ്ങനെ ഒന്നിച്ചിരുന്ന് ഫുഡ് കഴിക്കാനോ സംസാരിക്കാനോ ഒന്നും അങ്ങനെ സമയം കിട്ടാറില്ല. പിന്നെ കിട്ടുന്ന സമയങ്ങളൊക്കെ നമ്മളിങ്ങനെ എല്ലാവരും കൂടെ ഒന്നിച്ചിരുന്ന് ഫുഡൊക്കെ കഴിക്കും. ഞാൻ ഉണ്ടാക്കിയ ഉപ്പുമാവ് വേണ്ടി പറയില്ല കേട്ടോ, സൂപ്പറായിരുന്നു. അധിക സാധനങ്ങളൊന്നും ചേർത്തിട്ടില്ല ഞാൻ ഇതിനകത്ത്. പടം ലാസ്റ്റ് കുറച്ച് നെയ്യ് ചേർത്തു. അതിൻ്റെ ടേസ്റ്റ് നന്നായിട്ടുണ്ടായിരുന്നു ഗൈസ്. പിന്നെ അമ്മയ്ക്ക് പനിയായത് കൊണ്ട് തന്നെ മെഡിസിനൊക്കെ കഴിക്കേണ്ടതില്ല, അതുകൊണ്ട് ഞാൻ നിർബന്ധിച്ചാണ് കേട്ടോ ഇപ്പോൾ ഈ സമയത്തെങ്കിലും അമ്മേനെ കൊണ്ട് ആ ഫുഡ് കഴിക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ അമ്മ ഉച്ചയും തിരിഞ്ഞ് ഉപ്പം തിരിഞ്ഞ് അങ്ങനെ കഴിക്കും. ആക്രാന്തം കയറി കഴിച്ചുകൊണ്ട് അപ്പോൾ എൻ്റെ തൊണ്ടയ്ക്ക് കെട്ടി ഗൈസ്. ഞാനിങ്ങനെ ചായയൊന്നും അങ്ങനെ അധികം കുടിക്കാത്ത ആളാണ്, പക്ഷേ തൊണ്ടയ്ക്ക് കിട്ടിയാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യും, അങ്ങനെ കഴിച്ചിട്ട് വരാം. ഇങ്ങനെ നമ്മൾ കഴിച്ച് നേരെ നമ്മുടെ പണി തുടങ്ങി കേട്ടോ. അടക്കും പറക്കലും വൃത്തിയാക്കലും ഒക്കെ ആയിരുന്നു. കാരണം നമ്മൾ വീട്ടിൽ നിൽക്കുന്ന ദിവസങ്ങളിൽ ഇതൊക്കെ നടക്കാറുള്ളൂ. ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ അമ്മ ചെയ്യും. ഞാൻ നിൽക്കുന്ന ദിവസം മാത്രമേ എനിക്കിതൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ വീട് മൊത്തം ഒന്ന് വൃത്തിയാക്കാനുണ്ടായിരുന്നു ഗൈസ്. അങ്ങനെ പിന്നെ എല്ലാം ഒന്ന് അടക്കും ചിട്ടയൊക്കെ ആയിട്ട് എടുത്ത് വെച്ചു. അങ്ങനെ നമ്മളൊരു ടിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് നല്ല ഉപകാരപ്രദമാണ്, കാരണം ഇതിനകത്ത് കാണിക്കുന്ന പൈസ നോക്കി 279 രൂപയാണ് ഇതിൻ്റെ വില. പക്ഷേ ജസ്റ്റ് 99 രൂപ കേട്ടോ ഞാനിത് വാങ്ങിച്ചത്. എന്നാൽ 3 സാധനങ്ങൾ നല്ല അത്യാവശ്യം വലിയൊരു ബോക്സാണ് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ സരസാമ്മയുടെ വന്നു, അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നതായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ചിരിക്കാൻ പറയുമ്പോൾ എന്നെ തെരുവ് പറയും കേട്ടോ അതിന്. അതെല്ലാം കഴിഞ്ഞ് ഞാൻ പിന്നെ ഓർത്തു ഈ ടിന്ന് എന്തായാലും വാങ്ങിച്ച്, ഞാനെടുത്ത് വെച്ചില്ല ആരും എടുത്ത് വെക്കത്തില്ല, അതുകൊണ്ട് ഞാൻ തന്നെ അങ്ങ് എടുത്ത് വെക്കാമെന്ന് വിചാരിച്ച് ടിന്നൊക്കെ നന്നായിട്ട് പൊട്ടിച്ച് നോക്കട്ടെ. എനിക്ക് ഭയങ്കരമായിട്ടും ഇഷ്ടപ്പെട്ട്, കാരണം ഞാൻ വിചാരിച്ചാലും നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു കേട്ടോ സാധനത്തിന്. അപ്പോൾ ഞാൻ 99 രൂപയ്ക്ക് വാങ്ങിച്ച ഗൈസ്. ഇത് നല്ല വർത്താണ് കേട്ടോ, 99 രൂപയ്ക്ക് 3 എണ്ണം. നല്ല അത്യാവശ്യം നല്ല രീതി നമുക്ക് സാധനം അതിനകത്ത് കൊള്ളും. അപ്പോൾ നമുക്ക് മല്ലിപ്പൊടി, മുളക് പൊടി, പഞ്ചസാര, ഉപ്പ് പൊടി അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമുക്ക് കൂടുതലായിട്ട് ഇട്ട് വയ്ക്കാൻ പറ്റും ഇതിനകത്ത്. അങ്ങനെ ഞാനെല്ലാം കഴുകി പെറുക്കി എടുത്തുകൊണ്ട് വന്നു കേട്ടോ. എന്തായാലും ഞാൻ ചൂടുവെള്ളത്തിട്ടൊന്ന് കഴുകും. അങ്ങനെ കഴുകിയിട്ട് എടുത്തുകൊണ്ട് വന്നതാണ് കേട്ടോ. അങ്ങനെ ഞാൻ ഉപ്പ് പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും ഇട്ട് വെക്കാമെന്ന് വിചാരിച്ചാണ് എടുത്തത്. അങ്ങനെ ഞാൻ ഉപ്പ് പൊടി എടുത്ത് വെച്ചു കേട്ടോ. അടുത്തത് മല്ലിപ്പൊടിയാണേ. അപ്പോൾ മല്ലിപ്പൊടി കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ, ഉള്ളത് ഞാൻ അതിനകത്തൊരു കുടഞ്ഞിട്ട് കേട്ടോ. നല്ല സ്പേസ് ഉണ്ട് അതിനകത്ത്. എനിക്ക് ഭയങ്കരമായിട്ട് അത് ഇഷ്ടപ്പെട്ടു കേട്ടോ. കാരണം നമ്മൾ ഈ കുഞ്ഞി പാത്രത്തിലൊക്കെ ഇട്ട് വെച്ച് എടുക്കാനും ഇടാനും ഒക്കെ ഭയങ്കര പാടായിരുന്നു. അങ്ങനെ ഞാൻ ആ ടിന്നിൽ വെള്ളമൊക്കെ തുടച്ച് മാറ്റി. ഒരു ശകല മുളക് പൊടി ഉള്ളായിരുന്നു കേട്ടോ, മുളക് പൊടി തീർന്നിരിക്കുമായിരുന്നു. അപ്പോൾ അമ്മ പറയുന്നത് വേറൊരു ടിന്നിൽ അമ്മ പാത്ത് വെച്ചിരിക്കുക എടുത്ത്, നമ്മളോടൊന്നും പറയാതെ പാത്ത് വെച്ചിരിക്കുന്നത്. അപ്പം ഞാൻ എടുക്കുന്ന കുഞ്ഞിപ്പാത്രമുണ്ട്, അപ്പോൾ കുഞ്ഞിപ്പാത്രത്തിലോട്ട് പകർത്തിയാണ് കേട്ടോ നമ്മൾ എടുക്കുന്നത് എല്ലാത്തിലും ഇടാനായിട്ട്. അതിനകത്ത് 2 ഞാൻ ഇട്ട് വെച്ചു, ബാക്കി അമ്മയിട്ടവളും. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ലവ് യു ആൻഡ് ബൈ.